വാസോട്ടോ അച്ഛനെവിടെ ഇല്ല. അറിയാം, അത് അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാനിങ്ങോട്ട് വന്നത്. ഓ, ഒരു കാര്യം മറന്നുപോയി. ഇത് വെച്ചോ. പോരുമ്പോ വാസന്ത ഓർത്തു. വാസന്തയ്ക്ക് വേണ്ടി മാത്രം ഞാൻ വാങ്ങിയതാ, സ്പെഷ്യലാ. പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ കൂടിയാ ഞാനിപ്പോ വന്നത്. എന്താ? എനിക്ക് വാസന്തയെ ഒരുപാട് ഇഷ്ടമാണ്. എന്താ, നാണം വരുന്നോ? വാസന്തയെ കൂടെ ഗൾഫിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുക. പിന്നെ തൽക്കാലം ഈ കാര്യം വാസുവേട്ടൻ അറിയണ്ട. ഞാൻ പോയിട്ട് പിന്നെ വരാം. അയ്യേ, പേടിച്ചേ. വേണ്ട, ഒന്നും പറയണ്ട. ആഹാ, പിണങ്ങിയോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ശംഭുവാ ഇതിനൊക്കെ കാരണം. ഒന്നും പറയണ്ട. ദേ, ഇത് കണ്ടോ? മഹേഷേ, അല്ല, എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. നീ ഇതെന്ത് ഭാവിച്ച? എന്താ, എന്തു പറ്റി? എന്റെ പൊന്നു തമ്പുരാനെ, എറിയാൻ അറിയാവുന്നതിന്റെ നീ കല്ല് കൊടുക്കുകയല്ലോ. എടാ, മുട്ടയൊന്നും വിരിയാത്ത ഈ പെണ്ണിനെ നീ... ഈ ശേഖരേട്ടന് കിറുക്കാണോ? അതേടാ, കിറുക്ക. എനിക്ക് കിറുക്ക. ഇക്കണക്കിന് പോയാൽ നീ എന്നെ കിറുക്ക് പിടിപ്പിക്കും. അല്ല, ഞാൻ പോകുന്ന സമയത്ത് വാൽമാക്രി പോലിരുന്ന പെണ്ണ 2-3 കൊല്ലം കൊണ്ട് വന്ന മാറ്റവേ. ആ, എന്തിനു പറയുന്നു, നിന്റെ ഭാഗ്യം. ഞാൻ പോവാ. അവിടെ നിൽക്ക്, പറയട്ടാ, ഞാനും വരുന്നു. അയ്യപ്പച്ചോട്ടോ. അല്ല, ഇതാര് ശേഖരൻ കുട്ടിയോ? വാ. ഞാൻ കരുതി ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നെന്ന്. അല്ലെങ്കിൽ തന്നെ ഈ പാവങ്ങളെയൊക്കെ ആരോർക്കാനാ? അതെന്ത് വർത്താനം രായ്മ ചേച്ചി പറയുന്നത്? നിങ്ങളെയൊക്കെ അങ്ങനെ മറക്കാൻ പറ്റൂ? അല്ലേ അയ്യപ്പേട്ട? അതെ അതെ. നോക്കി നിൽക്കാൻ നിങ്ങൾ പോയി കുറച്ച് പാല് വാങ്ങിച്ചോണ്ടോ മനുഷ്യ. ഇന്നിനി പാലും കിട്ടിയാല മോരും കിട്ടിയാല ഏതെങ്കിലും ഷാപ്പിൽ കിടന്ന് ഉറങ്ങിക്കോളും. ഇങ്ങോട്ടിരിക്കാം. വേണ്ട. പിന്നെ ഗൾഫിൽ നിന്ന് രാജമ്മ ചേച്ചിക്ക് ഒരു ഉഗ്ര സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണ്ട. ഞാനേ ശേഖരൻ കിട്ടിയൊരു കാര്യം. ഓ, നീ എന്ത് പണിയാ കാണിച്ചത്? വരാൻ കണ്ട നേരം വൃത്തികെട്ടവൻ. കാച്ചാൻ വന്നതാ. ഇപ്പഴാ അമ്മ പറഞ്ഞത് കാച്ചാൻ പപ്പടം വേണോന്ന്. പപ്പടം കാച്ചാൻ വന്നതാ. ഞാൻ പോയിട്ട് പിന്നെ വരാം. നീ പിന്നെ അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, അല്ല ശേഖരൻകുട്ടിയെ, അതായത് വാസ്തവത്തിങ്കൽ നീ വന്നിട്ട് എത്ര ദിവസമായി? ഇന്ന് വരും നാളെ വരും കരുതി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസത്തെ എന്നറിയോ? എന്റെ പൊന്നു ഗോപാലൻ ചേട്ടാ, ദയവ് ചെയ്ത് എന്നോട് പരിഭവിക്കരുത്. ഞാൻ വന്ന അന്ന് മുതൽ ഭയങ്കര തിരക്കിലായിരുന്നു. സംശയം അവനോട് ചോദിച്ചു നോക്ക്. അല്ലടാ മഹേഷേ? അതെയോ? അപ്പൊ ചായ കാപ്പിയോ? ചായ കുടിക്കാം. വെള്ളം കുറച്ച് മധുരം കൂട്ടി കടുപ്പത്തിൽ അടിക്കാത്ത 2 ചായയുടെ. അപ്പോഴേ ശേഖരൻകുട്ടി, സത്യം പറഞ്ഞാൽ അതായത് വാസ്തവത്തിങ്കൽ നമുക്കൊന്ന്
കൂടണ്ടേ? അതെ അതെ ഒന്ന് കൂടണ്ടേ? ആഹാ. ഓക്കെ ഓക്കെ. ഇന്ന് ശനി, നാളെ ഞായർ. നമുക്ക് നാളെ തന്നെ കൂടിയേക്കാം. ഓ, ആ. ഓ, ഏ, ഏ. എടാ എന്റെ സമാവർ എന്റെ ഗോപാല ഒന്ന് പെട്ടെന്നുണ്ട് നീ. എടാ നീ കൂട്ടി വിളിച്ചോണം കേട്ടോ, ഇവന്മാര് കുണുക്കിറക്കും. കളിയടാ. ഇതാ ഞാൻ പറഞ്ഞത്, നിന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല. ആ നിക്ക് നിക്ക് നിക്ക്. വെട്ടി നോക്കി കളി. ആഹാ. ആ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വരുന്ന ആരാ നോക്കിയേ? ഇടറാ. വഴിതെറ്റി വന്നതാണോ ആവോ? ഓ 4 കാശ് കൈ വരുമ്പോ എന്തോന്ന് കൂട്ടുകാര്. ഞങ്ങളുടെ വിളി ഒരിക്കൽ പൂക്കും. അതെന്താ കളിയാ അങ്ങനെ ഓ പറഞ്ഞു? പറഞ്ഞതാ തെറ്റ്. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ദേ കൂടാൻ താമസിച്ചതിന് 100 മാപ്പ്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എന്താ ആശാനൊരു പരിഭവം? അല്ല ദേ അത്ര വേണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ ശേഖരൻ കുട്ടി? ഒന്ന് കൂടണ്ടേ? സമയം ഒന്ന് ഇണങ്ങി വരാഞ്ഞിട്ടല്ലേ. സാരമില്ല, എല്ലാ പരിഭവം തീർത്ത് നാളെ നമ്മൾ അടിച്ച് പൊളിച്ച് കൂടുന്നു. ആ സ്ഥലം നമ്മുടെ പതിവ് താവളം എന്ന് പറയുന്നു. എന്താ ഓക്കേ. അപ്പൊ പറഞ്ഞ പോലെ. ഓ ഇവിടെ ഒടിയന്മാരുടെ ശല്യം ഉണ്ടെന്ന് മഹേഷ് പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ തോന്നുന്നു. അതെന്താ? രാവിലെ കുളത്തി കുളിച്ചോണ്ടിരുന്നപ്പോ വലിയൊരു ശബ്ദത്തോടെ വെള്ളത്തിലേക്ക് എന്തോ വന്ന് വീണു. ഞാൻ വല്ലാതെ പേടിച്ചുപോയി. എന്തോ ഞാൻ ഇതുവരെ ഒരു ഒടിയനെയും കണ്ടിട്ടില്ല. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാ. ഓരോ വിശ്വാസങ്ങൾ അത്ര തന്നെ. ഞാൻ മഹേഷിനൊന്ന് കാണാൻ ഇറങ്ങിയതാ. അവനുണ്ടോ ഇവിടെ? ഇല്ല. ഛേ, ഇവൻ എന്ത് പണിയായി കാണിച്ചത്? എന്തു പറ്റി? ഇന്നലെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചതാ. അവൻ കൂടി വരാമെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാ. അപ്പോ ടീച്ചറെ, എനിക്ക് ടീച്ചറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത്? അല്ലെങ്കിൽ വേണ്ട, പിന്നെ ഒരിക്കലാകാം. ടീച്ചർ നടന്നോളൂ. ആ